ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഹാറൂൺ റഷീദ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട VA അബ്ദുൽ കരീം സാഹിബ്, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പ്രിയങ്കരനായ നമ്മുടെ മുൻ MLA-യും KPCC-യുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട TU രാധാകൃഷ്ണൻ SMLA, DCC ജനറൽ സെക്രട്ടറി TM നാസർ, ES സാബു, AA അഷ്റഫ്, അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ, അഡ്വക്കേറ്റ് OJ ജനീഷ്, PK നൗഷാദ്, PI നിസാർ, പ്രിയങ്കരായിട്ടുള്ള UDF-ന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും കാതോർത്തിരിക്കുന്ന നിങ്ങളോട് വളരെ സുദീർഘമായി സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ മാസം 26-ാം തീയതി, അതും വെള്ളിയാഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ UDF-ന്റെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാൻ അവർക്ക് കയ്യടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരല്പസമയം എടുത്തു എന്നുള്ളത് നേരാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കാലം ഇടതുപക്ഷക്കാർ നമ്മുടെ തെരുവീതികളൊക്കെ അങ്ങ് ആർമാദിക്കുകയായിരുന്നു. അവരാകെ ചുവപ്പ് കൊടികളൊക്കെ കെട്ടി ചിഹ്നമൊക്കെ പതിച്ച് ആകെ ഒരു ബഹളമുണ്ടാക്കി. പക്ഷേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF-ന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞപ്പോ ഒരു കാര്യം ബോധ്യമായി. ഡൽഹിയിലേക്ക് പണ്ട് പുറപ്പെട്ടിരുന്ന KK എക്സ്പ്രസ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്കിൽ ശ്രീമാൻ ബെന്നി ബെഹനാൻ ആദ്യം ഡൽഹിയിലെത്തുന്ന രാജധാനി എക്സ്പ്രസ് ആണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോ അത്യാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആർജിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ബഹുമാന്യനായ KC വേണുഗോപാൽ ഉൾപ്പെടെ വിജയിക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ 20-20 അടിച്ച് 20-20 സീറ്റും നേടുന്ന കാലാവസ്ഥയിലാണ് രാജ്യം എത്തി നിൽക്കുന്നത്.
എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത? എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് വിജീഷ് ഇവിടെ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ ചുട്ട് കരിച്ച് രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നശിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി താഴെ ഇറങ്ങണം എന്നതാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഏകദേശം 70% വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി താഴെ ഇറങ്ങണം എന്ന. 30% വരുന്ന ആളുകളാണ് നരേന്ദ്രമോദി ഇനിയും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 85% ആളുകൾ നരേന്ദ്രമോദി താഴെ ഇറങ്ങണം എന്നാഗ്രഹിക്കുകയാണ്. കേവലം 10-15% വരുന്ന സംഖ്യകൾ മാത്രമാണ് നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നരേന്ദ്രമോദിയെ ആർക്ക് താഴെ ഇറക്കാൻ കഴിയുമെന്നത് തന്നെയാണ്. ആർക്കാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കഴിയുക? കേരളത്തിൽ 20 സീറ്റിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. അല്ലെങ്കിൽ നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ പശ്ചിമ ബംഗാളിൽ നമ്മൾ കൊടുത്ത സീറ്റിൽ, അല്ലെങ്കിൽ ത്രിപുരയിൽ നമ്മൾ കൊടുത്ത സീറ്റിൽ, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ കൊടുത്ത സീറ്റിൽ, രാജസ്ഥാനിൽ നമ്മൾ കൊടുത്ത സീറ്റിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന് ശ്രീമാൻ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കഴിയുമോ? ഇല്ല. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബദ്ധവശാൽ ഏതെങ്കിലും അബദ്ധം സംഭവിച്ച് ഇവിടെ നിന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് വെക്കുക, അങ്ങേര് ഡൽഹിയിൽ പോയാൽ എന്താ ചെയ്യാ? അയാൾ ഡൽഹിയിൽ പോയാൽ നരേന്ദ്രമോദിയുടെ ഒപ്പം നിൽക്കുവോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുവോ? വ്യക്തമാക്കണം മാർക്സിസ്റ്റുകാർ. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുമോ? അവര് പറയുന്നത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുമെന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഈ ആരാന്റെ കൈ തലക്ക് വെച്ച് കിടന്നുറങ്ങണോ? അവനവന്റെ കൈ വെച്ച് കിടന്നുറങ്ങിയാൽ പോരെ? നമ്മളെന്തിന് ഇവരെ ജയിപ്പിച്ചിട്ട് അവിടെ ചെല്ലുമ്പോ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യിക്കണം? രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ എന്നും സന്നദ്ധമായി നിൽക്കുന്ന കരുത്തുറ്റ കരങ്ങളാണ് ശ്രീമാൻ ബെന്നി ബെഹനാന്റേത്. ആ ബെന്നി ബെഹനാനെ തന്നെ വിജയിപ്പിക്കലാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ. നമ്മളെ പറ്റി വെറുതെ ആക്ഷേപം പറഞ്ഞ് നടക്കവര്. ഈ രാജ്യത്തെ കോൺഗ്രസിനെ കുറിച്ച്, UDF-നെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ് നടക്കുകയാണ്. അവര് പറയുന്നത് കോൺഗ്രസ്സുകാരൊക്കെ ഇങ്ങനെ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ മുഴുവൻ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ചില ആളുകളൊക്കെ BJP-യിലേക്ക് പോയിട്ടുണ്ട്, ഞാനില്ല എന്ന് നിഷേധിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ലീഡറുടെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ പോലും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യിലേക്ക് പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ആ BJP-യിലേക്ക് പോയ പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ നിന്ന് പോയതിനെ സംബന്ധിച്ച് ഒരു പത്രപ്രസ്താവന നടത്തി, പ്രസ് കോൺഫറൻസ് നടത്തി. അവര് പറഞ്ഞത്, കോൺഗ്രസിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു, കോൺഗ്രസിലെ നേതാക്കന്മാരോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ ഈ പാർട്ടി വിടണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ ഇടതുപക്ഷവുമായി ചർച്ച നടത്തി. ഇടതുപക്ഷവുമായി ഞാൻ ചർച്ച നടത്തിയപ്പോ EP ജയരാജനും ബന്ധപ്പെട്ട ആളുകളും എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ BJP-യിലേക്ക് പോയാൽ മതി എന്ന്. നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് വരണ്ട, നിങ്ങൾ BJP-യിലേക്ക് പോയാൽ മതി എന്നാണ്
എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശം ഇടതുപക്ഷം സ്വീകരിക്കാതെ വന്നപ്പോ എനിക്ക് ഒറ്റ മാർഗമേ എന്റെ മുന്നിൽ കണ്ടുള്ളൂ. ഞാൻ BJP-യിലേക്ക് പോയി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലെ ചുവന്ന തെരുവിൽ ആളുകളെ കൂട്ടിക്കൊടുക്കുന്ന പണിയെടുക്കുന്ന ആളുകളുണ്ട്. BJP-യിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന ആ ഏജന്റുമാരുടെ പണിയെടുക്കുന്ന പാർട്ടിയായി ഈ രാജ്യത്തെ CPM മാറിയിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്മജ വേണുഗോപാൽ ഒരു പ്രാവശ്യം നമ്മുടെ ഈ മണ്ണിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. തോറ്റുപോയി. എന്ത് ചെയ്യാൻ പറ്റും? തൃശ്ശൂർ മത്സരിച്ചു, തോറ്റുപോയി. പക്ഷേ അവർക്ക് കിട്ടേണ്ടുന്ന എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ED ചോദ്യം ചെയ്യാൻ വന്നു ചേട്ടനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോ രക്ഷയില്ല എന്ന് തോന്നിയപ്പോഴാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയത്. ഞാൻ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളയാളാണ്. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായിരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാപക നേതാവായിരുന്ന ബഹുമാന്യനായ നിങ്ങളുടെയും എന്റെയും പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരന്റെ മകൻ ബഹുമാന്യനായ കെ മുരളീധരൻ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും. അവിടെ ഒരു സ്ഥാനവും പത്മജ വേണുഗോപാൽ ഉണ്ടാവുകയില്ല എന്ന കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് ചില ആളുകൾ പോയിട്ടുണ്ട്, അങ്ങനെ ചില ആളുകളൊക്കെ പോവും. ഭരണമില്ലാതെ വരുമ്പോ ചില ആളുകൾക്ക് അങ്ങനെ ചില തോന്നലുകളൊക്കെ തോന്നും. പക്ഷേ മാർക്സിസ്റ്റുകാരൻ അത് ആഘോഷമാക്കുകയാണ്. അവര് BJP-യിലേക്ക് ആളെ കൂട്ടുന്ന പണിയുമായിട്ട് നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം, നിങ്ങൾ മനസ്സിലാക്കണം, ED വന്ന് ചോദ്യം ചെയ്താൽ, CBI വന്ന് ചോദ്യം ചെയ്താൽ, അതിനേക്കാൾ വലിയ തമ്പുരാക്കൻ വന്ന് ചോദ്യം ചെയ്താൽ പോലും ഒരു അണ്ണുമണി തൂക്കം വ്യത്യാസം വരാതെ മനസ്സിന്റെ ഉള്ളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പറയുന്ന വികാരവുമായി നടക്കുന്ന നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്, പ്രസ്ഥാനത്തിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു, ഒല്ലൂരിൽ പ്രസംഗിച്ചു DK ശിവകുമാർ കർണാടക PCC-യുടെ പ്രസിഡന്റാണ്. സിദ്ധാരാമയ്യയുടെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. എന്തേ മാർക്സിസ്റ്റുകാരൻ DK ശിവകുമാറിനെ കുറിച്ച് പറയാത്തത്? ആരാ DK ശിവകുമാർ? ഈ രാജ്യം ഭരിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും BJP സർക്കാരും അദ്ദേഹത്തിനെതിരായി നിരവധി കേസുകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ തീഹാർ ജയിലിൽ അടച്ചു. ആ തീഹാർ ജയിലിൽ ഇരുന്നു കൊണ്ട് കർണാടകത്തിലെ ജനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പുറത്തു വന്ന് കർണാടക തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ നേതൃത്വം കൊടുത്ത് കർണാടകത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധികാരത്തിൽ കൊണ്ടുവന്ന നേതാവിന്റെ പേരാണ് DK ശിവകുമാർ എന്ന് പറയുന്നത്. എന്തേ മാർക്സിസ്റ്റുകാർ DK ശിവകുമാറിനെ കാണാതെ പോകുന്നത്? നിങ്ങൾക്ക് എന്താ അതും കൂടെ പറഞ്ഞൂടെ? DK ശിവകുമാറിനെ പോലുള്ള ആളുകൾ കോൺഗ്രസിലുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് അധികാരം കിട്ടാത്തത് കൊണ്ടും പേടി കൊണ്ടുമാണ് എന്ന് പറയാൻ എന്തേ നിങ്ങൾക്ക് പറ്റാത്തത്? നിങ്ങൾ അന്ധമായ കോൺഗ്രസ് വിരോധം. ജയിലിലിട്ടു നിങ്ങൾ ആരെ? മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി P ചിദംബരത്തെ. ആരാണ് P ചിദംബരം? ഇന്ത്യ ഗവൺമെന്റിലെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ ആഭ്യന്തരമന്ത്രി ബഹുമാനായ P ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നേരത്തെ ഇവിടെ പറഞ്ഞ ആ ഗുജറാത്ത് കലാപത്തിന് ഉത്തരവാദിയായ, അവിടെ തീവെപ്പിന് കൊലയ്ക്ക് ഉത്തരവാദിയായ, അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ BJP-യുടെ നേതാവ് അമിത്ഷായുടെ കൈകളിൽ വിലങ്ങ് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തെരുവീതികളിലൂടെ നടത്തി ഇന്ത്യ രാജ്യത്തിന്റെ തീഹാർ ജയിലിലടച്ച നേതാവിന്റെ പേര് P ചിദംബരം. ആ P ചിദംബരത്തെ നിങ്ങൾ കേസിൽ പെടുത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. ഒരു തരി പോലും തന്റെ ആത്മാഭിമാനം ചോരാതെ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരനായി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന പി ചിദംബരത്തെ എന്തേ മാർക്സിസ്റ്റുകാർ കാണാതെ പോകുന്നത്? നിരവധി ആളുകളുണ്ട് രാജ്യത്ത്, നിരവധി ആളുകളുണ്ട്. കേരളത്തിലും ഇന്ത്യ രാജ്യത്തും പോകുന്നവർ പോകട്ടെ. ബഹുമാനനായ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ RSSന്റെ മനസ്സുമായി നടക്കുന്ന ആരെങ്കിലും ഈ പാർട്ടിയിലുണ്ടെങ്കിൽ ഉടനെ പോകണം, ഉടനെ പോകണം. ഇവിടെ ഒരു ശുദ്ധി കലശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോകാനുള്ളവർ പോകട്ടെ. അവർ പോയി കഴിഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കുള്ളതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളതാണ്, ഈ രാജ്യത്തെ രാഹുൽ ഗാന്ധിക്കുള്ളതാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, BJPക്കെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് വെറുതെ AC കാറിൽ ഇരുന്നിട്ടുള്ള പോരാട്ടമല്ല, ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ടുള്ള പോരാട്ടമല്ല. ഈ തെരുവീതികളിലൂടെ നടക്കുമ്പോ 40 കാറിന്റെ അകമ്പടിയോട് കൂടി പോകുന്ന പോരാട്ടമല്ല BJPയോടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ദേശ് കാ നേതാ ചോർ ഹേ, താങ്കൾ ഒരു കള്ളനാണ് എന്ന് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പ്രസംഗിക്കാൻ ധൈര്യപ്പെട്ട നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര പിന്നെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടത്തിയ അദ്ദേഹം വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ, ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന, ഈ രാജ്യത്തെ മുഴുവൻ തകർത്ത് കളയുന്ന ഈ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ ബഹുമാനായ രാഹുൽ ഗാന്ധി നടന്നു തീർത്തത് 7000 കിലോമീറ്റർ. 7000 കിലോമീറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അഭിമാനത്തോടു കൂടി നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ആ 7000 കിലോമീറ്റർ നടന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, മിസ്റ്റർ നരേന്ദ്രമോദി, താങ്കൾ നടത്തുന്നത് ഈ രാജ്യത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം, ഈ രാജ്യത്ത് ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. അതിനെതിരെ നമുക്ക് സ്നേഹത്തിന്റെ കടകൾ തുറക്കണം, സ്നേഹത്തിന്റെ കമ്പോളങ്ങൾ തുറക്കണം. അതിനുശേഷം അദ്ദേഹം വീണ്ടും നടത്തി ന്യായ് യാത്ര. ഏകദേശം 3000-ഓളം കിലോമീറ്ററാണ് ഇപ്പോ നടന്ന് അവസാനിപ്പിച്ചത്. 10000 കിലോമീറ്റർ നടന്ന് BJPക്കെതിരെ പ്രസംഗിക്കുന്ന ആ രാഹുൽ ഗാന്ധി വേണോ, അല്ലെങ്കിൽ AC കാറിൽ ഇരുന്ന് BJPക്ക് എതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ വേണോ എന്ന ചോദ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കാറുള്ളത്. ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഒരു പടിയിറക്കമാണ്, നരേന്ദ്രമോദിയുടെ തോൽവിയാണ്, നരേന്ദ്രമോദിയുടെ പതനമാണ്. ആ പതനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ജൂൺ മാസം 5-ാം തീയതി കഥനാവടികൾ പൊട്ടിച്ചുകൊണ്ട് മാണിയങ്കാവിലെ ഈ UDFന്റെ പ്രവർത്തകന്മാർ ആ വിജയാഹ്ലാദം ആഘോഷിക്കും. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പടിയിറക്കത്തിന്റെ ദിവസമാണ് ജൂൺ മാസം 5-ാം തീയതി എന്ന് പറയുന്നത്. രാജ്യത്ത് അത് സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോ BJPക്കുള്ളത് 303 സീറ്റാണ്. BJPക്ക് ഇപ്പോൾ ഉള്ളത് 303 സീറ്റാണ്. കുറച്ച് ഘടകകക്ഷികളുടെ സീറ്റും കൂടി കൂടിയിട്ടാണ് അവർ ഭരിക്കുന്നത്. ആ 303 സീറ്റിൽ നിന്ന് 542ന്റെ നേർപകുതിയിലേക്ക് എത്താൻ ഒരു 10-30 സീറ്റ് കുറഞ്ഞാൽ മതി. 10-30 സീറ്റ് കുറഞ്ഞാൽ മതി. കേരളത്തിൽ നമ്മൾ 20-ൽ 20 സീറ്റും കൊടുക്കും. കർണാടകത്തിൽ പുതിയ സാഹചര്യത്തിൽ 10-15 സീറ്റെങ്കിലും നമ്മൾ ജയിച്ചിരിക്കും. രാജസ്ഥാനിൽ നമ്മൾ ജയിക്കും, പിന്നെ തെലങ്കാനയിൽ നമ്മൾ ജയിക്കും, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ ജയിക്കും. ഈ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ രാജ്യത്ത് BJPക്കെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റം നടക്കുകയാണ്. 28 കക്ഷികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇന്ത്യ മുന്നണി രാജ്യത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 30, 35, 50 സീറ്റ് കുറക്കാൻ അധികം പ്രയാസമുണ്ടോ? അധികം പ്രയാസമുണ്ടോ? നിങ്ങൾ ആത്മധൈര്യത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ മുഖത്ത് ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ പടിയിറക്കം ഈ രാജ്യത്ത് നടക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നമ്മള് ആളുകൾ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവഹേളിച്ചുകൊണ്ട് കാര്യമില്ല. രാജ്യത്ത് BJPയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയിട്ടുള്ളവരാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി
രാജ്യത്ത് കോൺഗ്രസിനെ നശിപ്പിച്ചത് ഈ രാജ്യത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പണ്ഡിത ജവഹർലാൽ നെഹ്റു ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ലീഡറായി ഇരുന്നത് ബഹുമാനായിട്ടുള്ള CPM-ന്റെ നേതാവ് സഖാവ് AKG. ആ ഇല്ലത്ത് കുറ്റ്യാലി ഗോപാലൻ എന്ന് പറയുന്ന AKG പണ്ട് ബഹുമാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളി എന്നറിയോ? എന്നെ ജയിപ്പിക്കുന്ന മണ്ഡലമുണ്ട്, കാസർഗോഡ് മണ്ഡലം. മിസ്റ്റർ പണ്ഡിറ്റ് ജി, നിങ്ങൾക്ക് അവിടെ വന്ന് മത്സരിക്കാൻ കഴിയുമോ എന്ന് ബഹുമാനായ പണ്ഡിത ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചു. ആര്? സഖാവ് AKG. ഇന്ന് AKG ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ടിട്ട് പോകും. ആ കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണ്. അന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോ എത്ര സീറ്റായിരുന്നു ഈ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്കിൽ ഇപ്പോ ഞങ്ങൾ ലീഗിന്റെ ഒപ്പ് ഈ പാർട്ടി ഉള്ളൂ. ഞങ്ങൾക്കും 3 സീറ്റാണ്, നിങ്ങൾക്കും 3 സീറ്റാണ് ഇന്നുള്ളത് എന്ന കാര്യം ഈ രാജ്യത്തെ മാർക്സിസ്റ്റുകാർ മനസ്സിലാക്കണം. നിങ്ങൾക്കും 3 സീറ്റാണ്, ഞങ്ങൾക്കും 3 സീറ്റാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ വലിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളോ ഇന്ത്യൻ പാർലമെന്റിൽ? നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. കുറെ സ്ഥലത്തൊക്കെ ചില്ലറ കുഴപ്പങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രാദേശിക കക്ഷികൾ ഉണ്ടായി, പുതിയ പാർട്ടികൾ വന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചില്ലറ ക്ഷീണങ്ങളുണ്ടായി. പക്ഷേ മെലിഞ്ഞ കൂട്ടത്തിൽ കോൺഗ്രസ് മാത്രമല്ല, ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരും മെലിഞ്ഞു എന്ന കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവസാനിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ BJP-യോടൊപ്പം ചേർന്ന് രാജ്യത്തെ കോൺഗ്രസിനെ തകർക്കാൻ മുന്നോട്ട് വന്നു. എത്രയോ തവണ ബഹുമാനായ TU-വിനെ പോലെയുള്ള ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. മിസ്റ്റർ EMS, താങ്കൾ ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ, ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കുമെന്ന് പറയുന്നത് ആരാണ് ഈ ചെകുത്താൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരായിരുന്നു ആ ചെകുത്താൻ? 977-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കാൻ നിങ്ങൾ കൂട്ടുപിടിച്ചത് ഈ BJP-യെയാണ്. ആ BJP-യെ കൂട്ടുപിടിച്ച് മൊറാർജി ദേശായി അധികാരത്തിൽ വന്നു. ആ മന്ത്രിസഭയിൽ 2 BJP നേതാക്കന്മാർ മന്ത്രിമാരായിരുന്നു, ക്യാബിനറ്റ് മന്ത്രിമാർ. ലാൽ കൃഷ്ണ അദ്വാനിയും അതുപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയി. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു. 84 അവർ മരണപ്പെട്ടു. ശേഷം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു. രാജീവ് ഗാന്ധി രാജ്യത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവന്ന്, അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ രംഗത്ത് കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തെ അന്ന് വരെ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടങ്ങൾക്ക് പുറമെ ഒട്ടനവധി നേട്ടങ്ങളുമായി വന്നു. കോൺഗ്രസിനെ തകർക്കാൻ കഴിയാത്ത സ്ഥിതി വരും. എന്താ ചെയ്തത്? VP സിംഗിനെ മുന്നിൽ നിർത്തി ബൊഫേഴ്സ് തോക്കടപാട് കൊണ്ടുവന്നു. ആ ബൊഫേഴ്സ് തോക്കടപാട് കൊണ്ടുവന്ന് VP സിംഗിനെ മുന്നിൽ നിർത്തി നിങ്ങൾ മുന്നോട്ട് പോയപ്പോ ഇപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി, ഇപ്പുറത്ത് BJP. 89 സീറ്റിലാണ് അവരന്ന് ജയിച്ചു കയറിയത്. 89 സീറ്റാണ് BJP-ക്ക് അന്ന് നിങ്ങൾ നേടിക്കൊടുത്തത്. അവര് അപ്പുറത്തും ഇപ്പുറത്തും 2 കൂട്ടം നിന്ന് നിൽക്കുകയായിരുന്നു. ആ രാജീവ് ഗാന്ധിയെ അവസാനം 91-ൽ അദ്ദേഹം മരണപ്പെടുമ്പോ നരസിംഹറാവു അധികാരത്തിൽ വന്നു. നരസിംഹറാവുവിന്റെ ഭരണം പോയി. വീണ്ടും പല വിധത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ രാജ്യത്ത് നടന്നു. 2004-ലെ തെരഞ്ഞെടുപ്പ്, ബഹുമാനായ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ വലിയ കക്ഷി നമ്മളാണ്. പക്ഷേ ഭൂരിപക്ഷം പോരാ. കേരളത്തിൽ നിന്ന് 19 MP-മാരാണ് ഈ രാജ്യത്തെ ഇടതു മുന്നണിക്ക് ജയിച്ചത്. എന്റെ അഭിവന്ദ്യ നേതാവ് E. അഹമ്മദ് സാഹിബ് മാത്രമാണ് കോൺഗ്രസിന് UDF-ന് കിട്ടിയത്. 19 ആള് അവര് പിന്തുണ കൊടുത്തു. 56 അംഗങ്ങളുള്ള CPM ഇവിടെ മൻമോഹൻ സിംഗിന് പിന്തുണ കൊടുത്തു. മൻമോഹൻ സിംഗിന് പിന്തുണ കൊടുത്തിട്ട് ആ ഗവൺമെന്റ് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോഴാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നത്. അപ്പോഴാണ് നമ്മൾ ഇൻഫർമേഷൻ രംഗത്ത് നമുക്കുള്ള നമ്മുടെ വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. ആ സമയത്താണ് ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സച്ചാർ കമ്മീഷനെ നിയോഗിച്ചത്. അതൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷ മുന്നണി BJP-യോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചു. പക്ഷേ നമ്മൾ വീണില്ല. നമ്മളെ സഹായിക്കാൻ മുലായം സിംഗ് യാദവ് രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി നമ്മൾ രാജ്യം ഭരിച്ചു. 2009-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു.
ആ 2009 തെരഞ്ഞെടുപ്പ് വന്നപ്പോ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ UPA ഗവൺമെന്റ് ഇവന്മാരുടെ ഒന്നും ഒരു ഓശാരവുമില്ലാതെ ഇവന്റെ ഒന്നും പിന്തുണയില്ലാതെ നമ്മൾ അധികാരത്തിൽ വന്നു. നമ്മൾ കുറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ആ സമയത്താണ് BJPയോടൊപ്പം ചേർന്നുകൊണ്ട് ഇവര് രാംലീല മൈതാനിയിൽ അണ്ണാ ഹസാരയെ കൊണ്ടുവന്ന് ഇന്നത്തെ ആപ്പിന്റെ നേതാവ്, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവന്ന്, അതുപോലെ അരുൺ ജെയ്റ്റ്ലി എന്ന BJP നേതാവ്, അതുപോലെ വൃന്ദ കാരാട്ട്, ഇപ്പുറത്ത് D രാജ, ഇവരെല്ലാവരും ഇരുന്നുകൊണ്ട് മൻമോഹൻ സിംഗിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. മാർക്സിസ്റ്റുകാർ മനസ്സിലാക്കണം, കോൺഗ്രസിനെ നിങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോ, BJPയോടൊപ്പം നിന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അധികാരത്തിൽ വന്നതാണ് നരേന്ദ്രമോദി എന്ന് 2014 അധികാരത്തിൽ വന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിച്ചാൽ നിങ്ങളല്ല പകരം ജയിക്കുന്നത്. നിങ്ങൾ ജയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കാൻ നമുക്ക് വിരോധമില്ല. പക്ഷെ നിങ്ങൾ പരാജയപ്പെടുത്തുമ്പോ അവിടെ ജയിക്കുന്നത് BJP ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത്. ആ തിരിച്ചറിവാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും അതേ സ്റ്റാൻഡ് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ നിന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചു പോയാൽ എപ്പോഴാണ് അവന് പിന്നെ രാഹുൽ ഗാന്ധിക്കുള്ള പിന്തുണ പിൻവലിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വിജയിപ്പിക്കേണ്ടത് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, ഇന്ത്യ മുന്നണിയെ, രാഹുൽ ഗാന്ധിയെയാണ്. അതിന് നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബഹുമാന്യനായ ബെന്നി ബെഹനാനെ നിങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാൻ. അവരിങ്ങനെ വീട് വീടാന്തരം നടക്കില്ലേ മാർക്സിസ്റ്റുകാർ? മുസ്ലിം വീടുകളിൽ ചെന്നാൽ ഒരു തരം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വീടുകളിൽ ചെന്നാൽ വേറൊരു തരം, ഹിന്ദു വീടുകളിൽ ചെന്നാൽ ഒരു തരം പാഷാണം വർക്കിയുടെ മാതിരിയാണ്. പണ്ട് പാഷാണം വർക്കി എന്ന് പറഞ്ഞിട്ടൊരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. അയാള് ഏത് വീട്ടിലാ ചെല്ലണമെന്നുണ്ടെങ്കിൽ ആ സൈസ് സാധനമൊക്കെ പുറത്തും പിന്നെ മാലയൊക്കെ ഒന്നെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടാണ് അദ്ദേഹം ഭിക്ഷയ്ക്ക് ചെല്ലുക. മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെയാണ്, പാഷാണം വർക്കിയുടെ റോളിലാണ് വീടുകളിൽ കയറി ഇറങ്ങുന്നത്. നിങ്ങള് ഇവിടെ നടന്ന് വീട് വീടാന്തരം ഞങ്ങളുടെ മുസ്ലിം വീടുകൾ നടന്നിട്ട് പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ല് രാജ്യത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നരേന്ദ്രമോദി. ഞാൻ കേരളത്തിൽ നടപ്പിലാക്കില്ല, ഞാൻ കേരളത്തിൽ നടപ്പിലാക്കില്ല. അല്ലാതെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ വന്നാൽ ഇത് റദ്ദാക്കുമെന്നല്ല ഈ പിണറായി വിജയൻ പറയുന്നത്. ഞാനിത് കേരളത്തിൽ നടപ്പിലാക്കില്ല, എന്റെ കേരളത്തിലെ നടപ്പിലാക്കില്ല. ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയനോട്, ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു നിയമം കേരളത്തിൽ മാത്രമായിട്ട് നടപ്പാക്കാണ്ടിരിക്കാൻ പറ്റുമോ? കേരളത്തിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ അതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അതിന്റെ മറ്റ് കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതില് മുസ്ലിങ്ങൾക്ക് മാത്രം ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കേണ്ടതില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന് മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം കൊടുക്കാൻ പാടില്ല എന്നാണ് ആ ബില്ലിൽ പറയുന്നത്. എന്തുകൊണ്ട് അവർക്കത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു? ഭരണഘടനാ ലംഘനമാണ്. ആ ഭരണഘടനാ ലംഘനം നടത്തുന്ന പൗരത്വ ഭേദഗതി ബില്ല് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ വന്നാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത പദം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആ പൗരത്വ ഭേദഗതി ബില്ല് അറബിക്കടലിലേക്ക് വലിച്ചെറിയും, ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ഒരു വലിയ വർത്താനൊന്നും വേണ്ട. നിങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണല്ലോ. മുസ്ലിം പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നവും പൊക്കി പിടിച്ച് നടക്കണ പണിയാണല്ലോ നിങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ സഖാവേ, എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ പറ്റുക? കേരളത്തിൽ നിങ്ങൾ എങ്ങനെ അത് നടപ്പാക്കാതിരിക്കുക? കേന്ദ്രം കൊണ്ടുവന്ന നിയമല്ലേ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് AI ക്യാമറകൾ വെച്ചു. AI ക്യാമറ. നമ്മൾ വണ്ടിമ്മ പോകുമ്പോ ഭാര്യ ഇരിക്കുന്നു, ഭർത്താവ് ഇരിക്കുന്നു, നടുക്കൊരു കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ക്യാമറയിൽ പെട്ടാൽ നമ്മൾ 2000-3000 പിഴ അടയ്ക്കണം. 2000 രൂപ 3000 രൂപ പിഴ അടയ്ക്കണം. നമുക്ക് നോട്ടീസ് വരും, നമ്മൾ പൈസ അടയ്ക്കണം. അതൊരു വല്ലാത്ത വിഷമാണ്. മകളെ അല്ലെങ്കിൽ ചെറിയ ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടീനെ നമുക്ക് നടുക്കിരുത്തി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ ബസ്സിൽ പറഞ്ഞയച്ച് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വണ്ടിമ്മ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ അതിനെ കുട്ടീനെ നടുക്കിരുത്തി കൊണ്ടുപോകും. അത് പറഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും പറഞ്ഞു ഇതിലൊരു വ്യത്യാസം വരുത്തണം, കുട്ടികളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുത്തണം. കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് അത് കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് മാറ്റാൻ കഴിയില്ല. അതാ പറഞ്ഞത്.
ഏത് AI ക്യാമറയിൽ പെട്ടാൽ അതിന് പിഴയടയ്ക്കുന്ന കാര്യം കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് മാറ്റാൻ കഴിയില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കണ്ണൂരിൽ തെരുവ് നായ കടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചത്. ഓർമ്മ ഉണ്ടാവുന്നുണ്ട്? നമ്മുടെ നാട്ടിലോട്ട് ഇപ്പൊ ഇന്ന് കണ്ടു, ഏതോ ഒരു പോലീസുകാരനെ ആകെ തെരുവ് നായ കടിച്ച് ആകെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടു. നാട്ടിലാകെ തെരുവ് നായയാണ്. ആളുകൾ പറഞ്ഞു, ഈ തെരുവ് നായ്ക്കളെ പിടിക്കണം, അവരെ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ശണ്ഡീകരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് അത് കുറ്റകരമാണ്, അത് കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ്. കാട്ടാര വന്നിട്ട് ആളുകളെ കുത്തി നശിപ്പിച്ച് കൊന്നുകളയാണ്. പുലി ഇറങ്ങാണ്, കാട്ടാനിറങ്ങാണ്, എല്ലാ സാധനങ്ങളും കാട്ടിൽ നിന്നപ്പോ നാട്ടിലേക്ക് ഇറങ്ങാണ്. അതിനൊന്ന് പിടിക്കണം, അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴും പറയുന്നത് അത് കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ്. ഈ നിയമങ്ങൾ പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ പിണറായി സഖാവ് ഈ പൗരത്വ ഭേദഗതി ബില്ല് പോലെയുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് രാജ്യത്തെ നിയമമായി വരുമ്പോ ഞാൻ മാത്രം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മറ്റേ കാര്യമൊന്നും നടപ്പാക്കാതിരിക്കാൻ താങ്കൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം എങ്ങനെ നടപ്പാക്കാതിരിക്കാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, നാളെ നമ്മൾ പാസ്പോർട്ട് എടുക്കണം, എനിക്കൊന്ന് ഗൾഫിൽ പോകണം, എൻ്റെ പാസ്പോർട്ട് ഒന്ന് പുതുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഭാര്യയും ഒത്തൊന്ന് ഹജ്ജിന് പോകണം. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ ആ പാസ്പോർട്ട് തരേണ്ടതാരാ? ആ പാസ്പോർട്ട് തരേണ്ടത് കേന്ദ്ര മന്ത്രാലയമാണ്. ആ കേന്ദ്ര മന്ത്രാലയം പാസ്പോർട്ട് പുതുക്കണം, അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ കുട്ടികൾ ചെല്ലുമ്പോൾ പറയാണ് നിങ്ങളുടെ പൗരത്വത്തിന്റെ രേഖ കൂടി ഇതിന്റെ ഒപ്പം വെക്കണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് പിണറായി വിജയൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കിട്ടുമോ? പാസ്പോർട്ട് പുതുക്കി കിട്ടുമോ? അപ്പൊ നിങ്ങൾ ഈ വർത്താനം പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പറ്റിക്കാനാണ്. നിങ്ങൾ പലപ്പോഴും പറ്റിച്ചിട്ടുണ്ട്. ഇനി ആ പറ്റിപ്പിൽ വീഴാൻ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം. എല്ലാ സമയത്തും ഇത് തന്നെ വർത്താനം, എല്ലാ സമയത്തും ഇത് തന്നെ വർത്താനം. 1989 ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ആ സമയത്ത് TU ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സമയത്താണ് ഇറാനും ഇറാഖും തമ്മിൽ കുവൈറ്റും തമ്മിലുള്ള യുദ്ധം. ആ ഇറാനും കുവൈറ്റും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോ ഇറാഖിന്റെ പ്രസിഡന്റായ സദ്ദാം ഹുസൈൻ, ആ സദ്ദാം ഹുസൈനെതിരായി അമേരിക്ക സ്കഡ് മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുക. ആ സ്കഡ് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ എണ്ണ തീർന്നപ്പോ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അതിൽ എണ്ണ നിറച്ചു. അപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് സഖാവ് EMS രാജ്യം മുഴുവൻ നടന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ സദ്ദാം ഹുസൈന്റെ കൂടെയാണോ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെയാണോ? നിങ്ങൾ സദ്ദാം ഹുസൈന്റെ കൂടെയാണോ? സദ്ദാം ഹുസൈനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ വിമാനത്തിലേക്കുള്ള ഇന്ധനം നിറച്ചു കൊടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ആകെ ചെയ്തൊരു തെറ്റ്. രാജ്യം മുഴുവൻ നടന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ സദ്ദാം ഹുസൈന്റെ കൂടെയാണോ, നിങ്ങളല്ലെങ്കിൽ ഈ രാജ്യത്ത് അമേരിക്കയുടെ കൂടെയാണോ? ഞങ്ങളുടെ മാപ്പിളാർക്ക് പെട്ടെന്ന് ആവേശം കയറുമല്ലോ, ഞങ്ങളുടെ ആളുകൾക്ക് പെട്ടെന്ന് ആ ഒരു ആവേശം കയറും. ആവേശം കയറിയപ്പോൾ 14 ജില്ലാ പഞ്ചായത്ത് നമ്മൾ തോറ്റു. ഒറ്റ മലപ്പുറം ജില്ല മാത്രമാണ് നമുക്ക് ജയിക്കാൻ പറ്റിയത്. ആ നല്ല സമയത്തൊക്കെ അവരത് ഉപയോഗപ്പെടുത്തും. നല്ല നേരം നോക്കിയിട്ട് ഈ ജാതി വർത്താനൊക്കെ പറയും. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? 1 കിലോഗ്രാം ബീഫ് കയ്യിൽ വെച്ച മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യനെ BJP-കാരൻ അങ്ങ് ഉത്തരേന്ത്യയിൽ കൊന്നു, ഉത്തരേന്ത്യയിൽ തല്ലിക്കൊന്നു. ബീഫ് കയ്യിൽ വെച്ചു, പശുവിന്റെ ഇറച്ചി കയ്യിൽ വെച്ചു എന്നതാണ് കുറ്റം. ആ മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നത് മഹാത്മാഗാന്ധിയെ കൊന്നതുപോലെ, ബാബറി മസ്ജിദ് തകർത്തതുപോലെ ഏറ്റവും വിഷമമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് ഉത്തരേന്ത്യയിലാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ, നമ്മൾ അങ്ങനെ വിചാരിച്ചത്. ഇവിടെ ബീഫ് തിന്നാൻ വല്ല വിഷമമുണ്ടോ, വിൽക്കാൻ വല്ല വിഷമമുണ്ടോ, അറക്കാൻ വല്ല വിഷമമുണ്ടോ? എൻ്റെ നാട്ടിൽ തളിക്കുളത്ത് ഏറ്റവും കൂടുതൽ ബീഫിനിറക്കുക, പോത്തിനിറക്കുക എറണാകുളത്തെ പൂരത്തിൻ്റെ അന്ന്. കാരണം എല്ലാ ആളുകളും വരുന്നത്, പെരുന്നാളിന് പോലും ചിലപ്പോൾ എൻ്റെ പെങ്ങന്മാർ വരാറില്ല, പക്ഷെ എറണാകുളത്തെ പൂരത്തിന് വരും. അവിടെ ഒരു ദേശീയ ഉത്സവം മാതിരിയാണ് എറണാകുളത്തെ പൂരം. ആ പൂരത്തിൻ്റെ അന്നാണ് ഏറ്റവും കൂടുതൽ പോത്തിനിറക്കുക. ആശേരി പൂരത്തിനാണ് കൂടുതൽ പോത്തിനിറക്കുക. ഇവിടെ പോത്തിനിറക്കാൻ വല്ല വിഷമമുണ്ടോ? ബീഫ് കഴിക്കാൻ വല്ല വിഷമമുണ്ടോ? നമ്മൾ കാലത്ത് ബീഫ് കറി വെച്ചാൽ ഇഡ്ഡലിയിലേക്ക് ബീഫ് കൂട്ടും, ഉച്ചയ്ക്ക് നമ്മൾ ബീഫിന്റെ ബിരിയാണി വെക്കും, ഉച്ചരിയുമ്പോൾ നമ്മൾ ബീഫിന്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കും, രാത്രി നമ്മൾ ബീഫ് റോസ്റ്റ് ആക്കിയിട്ട് ചപ്പാത്തിയിൽ കൂടി കഴിക്കും. 4 നേരം ബീഫ് കഴിക്കുന്നവരാ നമ്മൾ. ആർക്കെങ്കിലും ബീഫ് കഴിക്കാൻ വല്ല വിഷമമുണ്ടോ?
അതുകൊണ്ട് നമ്മളത് ഒരു ലഘുമട്ടത്തിൽ വർത്താനം പറഞ്ഞു പോയി. പക്ഷേ അതൊരു വലിയ വിഷയമാണെന്ന് മാർക്സിസ്റ്റുകാർക്ക് തോന്നി. അപ്പോഴാണ് ബഹുമാനായ അച്യുതാനന്ദൻ ചോദിച്ചത്, പശു നിന്റെ അമ്മയാണെങ്കിൽ മൂരി നിന്റെ അച്ഛനാണോ എന്നൊരു ചോദ്യമായിട്ട് വരികയാണ് മൂപ്പര്. പശു നിന്റെ അമ്മയാണെങ്കിൽ മൂരി നിന്റെ അച്ഛനാണോ, അതാണ് ചോദ്യം. അപ്പൊ ഞങ്ങളുടെ ആളുകൾക്ക് തോന്നി, ഇദ്ദേഹം എന്ത് വർത്താനം പറയുന്നത്, ഇത്ര ധൈര്യത്തിൽ വർത്താനം പറയാൻ എന്താ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പറ്റുന്നു, ഉമ്മൻചാണ്ടിക്ക് പറ്റുന്നുണ്ടോ, വി ഡി സതീശന് പറ്റുന്നുണ്ടോ, മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടോ? എന്തൊരു വർത്താനാണ് നമ്മുടെ സഖാവ് പറഞ്ഞത്. പശു നിന്റെ അമ്മയാണെങ്കിൽ മൂരി നിന്റെ തന്തയാണോ, അതാണ് ചോദ്യം. പിണറായി വിജയൻ വളരെ കൂളായിട്ട് അധികാരത്തിലേക്ക് വന്നു. ഒന്നാമത്തെ തവണ പിന്നെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നു. ഓരോ സമയത്തും മുസ്ലിം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പാടില്ല. നിങ്ങൾ വീട് വിടാന്തരം എൻ്റെ ഇബ്രാഹിം ഹാജി അടക്കമുള്ള, നിസാർ അടക്കമുള്ള എൻ്റെ ബഹുമാന്യരായിട്ടുള്ള സഹപ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നൗഷാദ് അടക്കമുള്ള ആളുകൾ നിങ്ങൾ വീട് വിടാന്തരം കയറി ഇറങ്ങണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഇരട്ടത്താപ്പ് രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയണം. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യത്ത് നടപ്പിലാകാതിരിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അതിന് ബഹുമാനായ ബെന്നി ബെഹനാൻ രാജ്യത്ത് ജയിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളിനെ തണുത്ത് വിറങ്ങലിച്ചിരിക്കരുത്. നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, നാളെ വിഷു കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും തൽക്കാലത്തേക്ക് കഴിഞ്ഞു. ഇനിയുള്ള 10 ദിവസം ഉറങ്ങാതെ ഉണ്ണാതെ ഈ കഠിനമായ വെയിലിനെ പോലും നമ്മൾ വകവെക്കാതെ രംഗത്തേക്ക് ഇറങ്ങണം. ഇല്ലെങ്കിൽ നാളെ നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിയില്ല, നാളെ നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല, നാളെ നമുക്കിങ്ങനെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്ത് UPA അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം നമ്മൾ നടത്തണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരട്ട വിജയമാണ്. 2 പ്രസവിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരട്ട കുട്ടികളെ കിട്ടിയ മാതിരിയാണ്. നരേന്ദ്രമോദി അവിടെ അധികാരത്തിൽ നിറങ്ങുന്നു. കേരളത്തിൽ 20 സീറ്റ് നമ്മൾ നേടുമ്പോൾ പിണറായി വിജയൻ ഒന്ന് കെടുന്നും ചിന്തിക്കും, ഒന്ന് ഇരുന്നും ചിന്തിക്കും, ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കും. എന്തേ എനിക്ക് പറ്റിയത്? ഈ വിഷുവിന്റെ തലേന്ന് സംക്രാന്തി ദിവസമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഡ്രൈവർ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത്. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ വിഷുച്ചന്തകൾ തുടങ്ങണം. തുടങ്ങിയോ? എവിടെയെങ്കിലും തുടങ്ങിയോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിഷുച്ചന്ത തുടങ്ങിയോ? നിങ്ങൾ റേഷൻ പീടിയ പോയ വല്ല സാധനം കിട്ടുന്നുണ്ടോ? റേഷൻ പീടിയയിൽ ഇപ്പം എന്താ ഉള്ളത്? റേഷൻ പീടിയ പോകുമ്പോൾ തന്നെ പഞ്ചവർണ്ണ കിളികളെ മാതിരിയാണ്. 3 തരം കാർഡാണ്: വെള്ളക്കാർഡ്, മഞ്ഞക്കാർഡ്, നീലക്കാർഡ്, റോസ് കാർഡ്. 3-4 സൈസ് കാർഡാണ്. ആ കാർഡ് കൂടി ചെന്നാൽ വല്ല അരിയും കിട്ടുന്നുണ്ടോ? പഞ്ചസാര കിട്ടുന്നുണ്ടോ? മണ്ണെണ്ണ കിട്ടുന്നുണ്ടോ? ഞാൻ ഇന്നാൾ റേഷൻ പീടിയ പോയിട്ട് ലേശം അരിയും പഞ്ചസാരയും മണ്ണെണ്ണൊക്കെ മേടിക്കാന്ന് വെച്ച് പോവാണ്. ഞാനൊരു വലിയ കുപ്പിയൊക്കെ എടുത്തിട്ട് പോയി മണ്ണെണ്ണ മേടിക്കാൻ. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, അത്ര വലിയ കുപ്പിയൊന്നും എടുക്കണ്ട, നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് അത്തറിൻ്റെ കുപ്പി എടുത്താൽ മതി. ആ അത്തറിൻ്റെ കുപ്പി കൊല്ലണം, മണ്ണെണ്ണ ഇപ്പോൾ റേഷൻ പീടിയെന്ന് കിട്ടണുള്ളൂ, അത് കൊണ്ടുപോയാൽ മതി എന്നാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പോയി നോക്കി, ഒരു ലേശം കിട്ടി, ഒരു തിരിപ്പോളം. ഞാൻ ചോദിക്കട്ടെ, റേഷൻ പീടികയിൽ സാധനങ്ങളുണ്ടോ? മാവേലി സ്റ്റോറിൽ നിങ്ങൾ പോയി നോക്ക്. മാവേലി സ്റ്റോറിൽ ചെന്നാൽ ഇപ്പോൾ ഒരു സാധനവും അവിടെ ഇല്ല. പണ്ട് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. 101 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രായം കൊണ്ടുള്ള അസുഖം മൂലം അദ്ദേഹം മിണ്ടാതെ കിടക്കുകയാണ്. ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അച്യുതാനന്ദൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്താ സഖാവേ എന്ന് ചോദിച്ചാൽ വല്ലതും മുണ്ടും അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റാത്തതുകൊണ്ടാണ്. മാവേലി സ്റ്റോറിൽ നിങ്ങൾ പോയി നോക്കിയേ. പണ്ടൊരു മാവേലി സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ചെന്നിട്ട് അരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടില്ല. മുളകുണ്ടോ? അവരും മിണ്ടില്ല. അവിടുത്തെ പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങളുണ്ട് ഇവിടെ എന്നാണ് പറയണത്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, ഒന്ന് വീട്ടിലുണ്ട് പൊന്നുമക്കളെ, നിങ്ങളെ ഇനി നമ്മളെ കൊണ്ടൊന്നിനും പറ്റുന്ന സംഗതിയല്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട, നിങ്ങളോ ഇരിക്കണോടെ തന്നെ ഇരുന്നു. മാവേലി സ്റ്റോറിൽ വല്ല സാധനം ഉണ്ടോ? എന്താ കേരളത്തിന്റെ അവസ്ഥ? കേരളം ദൂർത്തടിക്കുകയാണ്. ഈ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ നവകേരള സദസ്സുണ്ടായില്ലേ?
എത്ര കോടി ഉറുപ്പികയാണ് ചെലവഴിച്ചത് നവകേരള സദസ്സിന്? ആ നവകേരള സദസ്സ് ഉണ്ടാക്കിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ക്ഷേമ പെൻഷൻ ഞങ്ങൾ 1600 ഉറുപ്പിയാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞിട്ട് ഈ സമയം വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ക്ഷേമ പെൻഷൻ കിട്ടിയോ? 5 മാസത്തെ പെൻഡിങ് ആണ്. ഇപ്പൊ 2 മാസത്തെ കൊടുത്തിട്ടുണ്ട്, ഇനി 5 മാസത്തെ പെൻഡിങ് ആണ്. 7 മാസത്തെ പെൻഡിങ് ഉള്ളവരുണ്ട്. ഈ വിഷുവിന്റെ തലേന്ന് പോലും 7 മാസത്തെ ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാധുക്കളായ ആളുകൾ നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ട്. എന്താ കിട്ടുന്നത്? എല്ലാം അഴിമതിയാണ്, എല്ലാം ധൂർത്താണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനനായ VD ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് കേരളത്തിന്റെ സ്ഥിതി? കേരളത്തിൽ 2,10,000 കോടി ഉറുപ്പിക കടാണ്. 2,10,000 കോടി കടാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കടമെന്ന് പറയുന്നത് 237 ലക്ഷം കോടിയാണ്. കേരളത്തിൻ്റെതോ 2,10,000 കോടിയാണ്. ഞങ്ങൾ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രൈനാജിയൊക്കെ നമ്മൾ മരിക്കാണ്ട് പറ്റൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ പറയും, ഈ മയ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് കുടുംബക്കാരുമായി ബന്ധപ്പെടണം, ആ കടബാധ്യത തീർക്കാൻ അവർ തയ്യാറാണ്. ഞാൻ മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടു നോക്കുമ്പോൾ പള്ളിയിൽ ഉസ്താദ് പറയും, ഈ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടണം, ഭാര്യയായിട്ട് നിങ്ങൾ സംസാരിക്കണം, അവർ ആ കാര്യങ്ങൾ തരാൻ തയ്യാറാണെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തളിക്കുളത്തെ വില്ലേജ് ഓഫീസർ വന്നിട്ട് പറയും, ഇയാള് സംസ്ഥാന ഗവൺമെന്റിന് 1 ലക്ഷം ഉറുപ്പിക കൊടുക്കാനുണ്ട്. അപ്പോൾ മുസ്ലിയാർ ചോദിക്കുക, അതെങ്ങനെയാണ്? 2,10,000 കോടി ഉറുപ്പിക കൊടുക്കാനുള്ള കൂട്ടത്തിൽ ഇന്നലെ ജനിച്ച കുട്ടി വരെ 1 ലക്ഷം ഉറുപ്പിക ഗവൺമെന്റിന് രാജ്യത്ത് കൊടുക്കാനുണ്ട്. കടക്കാരനാണ് ഇയാൾ. തരാനുള്ള പൈസ ഞങ്ങൾക്ക് തരണം എന്ന് വില്ലേജ് ഓഫീസർ വന്നിട്ട് പറയും. അപ്പൊ എൻ്റെ മോൻ അവിടെ നിന്നിട്ട് നന്നായിട്ട് പറയും, അത് നിങ്ങൾ പോയിട്ട് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി, അതെൻ്റെ ഉപ്പ കടം മേടിച്ചതല്ല, അത് പിണറായി വിജയൻ കടം മേടിച്ചതാണ്, നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി. അതല്ലേ ഇപ്പം ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി? ഇയാൾക്ക് താഴേക്കിറങ്ങണമെങ്കിൽ ലിഫ്റ്റ്, താഴേക്കിറങ്ങാൻ ലിഫ്റ്റ്, ബസ്സിൽ നിന്ന് താഴേക്കിറങ്ങാൻ ലിഫ്റ്റ്, 2ാമത്തെ നിലയിലേക്ക് ക്ലിഫ് ഹൗസിൽ മുകളിൽ കയറാൻ. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ബഹുമാനനായ ലീഡർ K. കരുണാകരൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്റ്റെപ്പുമ്മൽ കൂടെ ഓടിക്കേറുന്ന രംഗം എത്ര തവണ കണ്ടവരാ നമ്മൾ ഈ പിന്നെ പടിയിലൂടെ. ആ ക്ലിഫ് ഹൗസിൽ ഓടിക്കേറിയിരുന്ന ബഹുമാനനായ ശ്രീ K. കരുണാകരൻ, ആ കരുണാകരൻ താമസിച്ചിരുന്ന ക്ലിഫ് ഹൗസിൽ ഇപ്പൊ താമസിക്കുന്ന ബഹുമാനനായ പിണറായി വിജയന് മുകളിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ്. അവിടെ പശുവിന്റെ തൊഴുത്തുണ്ടാക്കി എത്ര ലക്ഷം? 40 ലക്ഷം. അവിടെ ഇപ്പോൾ ജാഫി ഗിഫ്റ്റിന്റെ പിന്നെ പാട്ടാണ് വെക്കുന്നത്. ജാസി ഗിഫ്റ്റിന്റെ പാട്ട് വെച്ചാലേ പശു ചൊരത്തുള്ളൂ. ആ രീതിയിലുള്ള പശുക്കളെ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര കോടിയാ രാജ്യത്ത് ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയന്റെ സർക്കാരിനെ നമുക്ക് താഴെ ഇറക്കണം. ആ പിണറായി വിജയന്റെ സർക്കാർ ഒന്ന് ഇന്നും കെടുന്നും ചിന്തിക്കണം. അതിനു വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യരെ, നിങ്ങൾ ആത്മാഭിമാനത്തോടെ, നിങ്ങൾ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ, നിങ്ങൾ ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ആത്മാഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് വരണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിന് നിങ്ങൾ ജയിക്കണം. ഇന്ത്യ രാജ്യം ജയിക്കണമെങ്കിൽ, ഇന്ത്യ രാജ്യം വിജയിക്കണമെങ്കിൽ, ഇന്ത്യ രാജ്യം ഇനി ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. ഇന്ത്യ മുന്നണി ജയിക്കണം. അതിന് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ ജയിക്കണം. അതിന് ഈ രാജ്യത്ത് ബന്നി ബഹനാൻ ജയിക്കണം. ഈ രാജ്യം ജയിക്കണം. ഈ കേരളത്തിൽ നിന്ന് 20 സീറ്റും നമുക്ക് നേടിയെടുക്കണം. അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇനി ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ നിങ്ങൾ പോരാട്ട രംഗത്തേക്ക് ഇറങ്ങണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനനായ ബന്നി ബഹനാനെ നിങ്ങൾ അതിശക്തമായ ഭൂരിപക്ഷത്തോടുകൂടെ ഈ രാജ്യത്ത് ജയിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് വരണം. അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അത് നിസ്സാരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായിട്ടുള്ള ശ്രീ TU രാധാകൃഷ്ണൻ അവർകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ മുൻപത്തെ MLA കൂടിയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കാനുണ്ട്. TM നാസർ സംസാരിക്കാനുണ്ട്. ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട്
നമുക്ക് ശക്തിയായി മുന്നോട്ട് പോരണം. ഞങ്ങളോടിപ്പോൾ മാർക്സിസ്റ്റുകാർ പറയുന്നത്, നിങ്ങളെ കൊടിപ്പോ പിന്നെ വയനാട്ടിൽ പിടിപ്പിച്ചില്ലല്ലോ. ഞങ്ങളെ കൊടിയോട് വലിയ സ്നേഹമാണ്. ഇപ്പോൾ പച്ചക്കൊടി കാണുമ്പോൾ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള സ്നേഹം? ഞങ്ങളെ കൊടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അവിടെ നിങ്ങളെ കൊണ്ട് പിടിപ്പിച്ചില്ലല്ലോ. ശരിയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കൊടിയുടെ വലിപ്പം കാണിക്കലല്ല. ഞങ്ങള് ഈ രാജ്യത്തെ സംഘപരിവാർ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കാര്യം ദുരുപയോഗപ്പെടുത്തി ഒരു വോട്ട് കൂടുതൽ വാങ്ങുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നതാണ് ഞങ്ങളുടെ നയം. അവിടെ രാഹുൽ ഗാന്ധി അവിടെ ഉയർത്തിപ്പിടിച്ചത് കൈപ്പത്തി ചിഹ്നം മാത്രമുള്ള പതാകയാണ്. കോൺഗ്രസിന്റെ പതാക പിടിച്ചില്ല, ലീഗിന്റെ പതാക പിടിച്ചില്ല, CMPയുടെ പതാക പിടിച്ചില്ല, ആരുടെയും പതാക പിടിച്ചില്ല. പക്ഷെ വിഷമം മാർക്സിസ്റ്റുകാർക്ക് ലീഗിന്റെ പതാക പിടിച്ചില്ലല്ലോ. ഞങ്ങളോട് മാർക്സിസ്റ്റുകാർ നടന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയാൽ മതിയോ? നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയാൽ പോരല്ലോ. നിങ്ങൾ വലിയ പാർട്ടിയല്ലേ കേരളത്തിലെ. ഞങ്ങള് 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങള് 3 സീറ്റിൽ മത്സരിക്കുന്നത് 2 കേരളത്തിലും 1 തമിഴ്നാട്ടിലുമാണ്. തമിഴ്നാട്ടിൽ ഞങ്ങൾ മത്സരിക്കുന്നത് രാമനാഥപുരം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. ആ രാമനാഥപുരം മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് മുഹമ്മദ് ഗനി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിനെ. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പൂതി, ഞാൻ രാമനാഥപുരത്ത് മത്സരിക്കും. അപ്പൊ ബഹുമാനായ MK സ്റ്റാലിൻ പറഞ്ഞു, താങ്കൾക്ക് സ്വാഗതം. മുഹമ്മദ് ഗനി പറഞ്ഞു, താങ്കൾക്ക് സ്വാഗതം. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് സ്വാഗതം, നിങ്ങളുടെ വന്ന് മത്സരിക്ക്. 1.5 ലക്ഷം ആളുകളുടെ റാലി നടത്തിക്കൊണ്ട് ബഹുമാനായ സ്റ്റാലിൻ പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി രാമനാഥപുരത്ത് വന്ന് മത്സരിക്കണം. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായാലും ഈ മുഹമ്മദ് ഗനി ഇവിടെ നിന്ന് വിജയിച്ചിരിക്കും, അത് കട്ടായം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പിന്മാറി. ആര്? നരേന്ദ്രമോദി. അതാ ഞങ്ങളെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന DMKയുടെ ഞങ്ങൾക്ക് നൽകുന്ന കരുത്ത്. എന്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ സാഹിബ്, എന്റെ നേതാവ് അബ്ദുൽ സമദ് സമദാനി, അവർ 2 പേരും മത്സരിക്കാണ് മലപ്പുറത്തും പൊന്നാനിയിലും. ആ മലപ്പുറത്തും പൊന്നാനിയിലും അവർ മത്സരിക്കുമ്പോ ആത്മാഭിമാനത്തോടുകൂടെ ഞാൻ പറയട്ടെ, അവർ പാർലമെന്റിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവരിരുന്നിരുന്ന കസേരയിൽ ഒരു തൂവാലിട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ഇനി സീറ്റ് തെറ്റണ്ട, ഇരിക്കുമ്പോൾ സീറ്റ് തെറ്റണ്ട എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള ആ സീറ്റിൽ തൂവാലയിട്ടിട്ടാണ് പോകുന്നത്. മലപ്പുറത്തു നിന്നും പൊന്നാനിയിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എന്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ, എന്റെ നേതാവ് അബ്ദുൽ സമദ് സമദാനി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരും. ഞങ്ങൾക്കത് മതി. അപ്പൊ മാർക്സിസ്റ്റുകാർ ചോദിക്കുകയാണ്, ഞങ്ങൾ CPIക്കാർക്ക് 4 സീറ്റ് കൊടുക്കണില്ലേ? ഞങ്ങൾ CPIക്കാർക്ക് 4 സീറ്റ് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ കൊടുക്കണത്? 1 തൃശ്ശൂര്, 1 തിരുവനന്തപുരത്ത്, 1 വയനാട്ടില്, പിന്നെ ഏതാണ് അടൂരോ എവിടെയാ ഒരു സീറ്റും കൂടെ കൊടുക്കുന്നുണ്ട്, മാവേലിക്കര. ആ 4 സീറ്റും കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ജയിച്ചോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റ് കിട്ടിയെന്നുള്ള നേരാണ്. 4 സീറ്റിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ചോ? ഇല്ല. ഈ പ്രാവശ്യം നിങ്ങൾ ജയിക്കുവോ? ഇല്ല. ഈ പ്രാവശ്യം നിങ്ങൾ ജയിക്കുവോ? ഇല്ല. എന്താ കാരണം? ഇന്നലെ ബഹുമാനായ ശ്രീ ലീഡർ K മുരളീധരൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? തൃശ്ശൂരിന്റെ മേയർ പറയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇടതുപക്ഷത്തിന്റെ മേയർ പറയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. അതിന്റെ അർത്ഥം സുനിൽകുമാറും പറ്റിയ ആളല്ല, മുരളീധരനും പറ്റിയ ആളല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇടതുപക്ഷത്തിന്റെ കൺവീനറായിട്ടുള്ള KV അബ്ദുൽ ഖാദർ MLA, ഗുരുവായൂരിന്റെ MLA, അയാളും പറയാണ് നല്ല സ്ഥാനാർത്ഥി, ഈ 3 സ്ഥാനാർത്ഥികളിൽ നല്ല സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. എന്താ അതിന്റെ ഒക്കെ കാരണം എന്നറിയോ? എന്താ അതിന്റെ കാരണം? നിങ്ങൾ തമ്മിൽ രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. EDയുടെ കയ്യിൽ നിരവധി രേഖകളുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിങ്ങളെ കുറിച്ചുള്ള നിരവധി രേഖകളുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, ആ വീണ വിജയൻ രാജ്യത്തെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിൽ
കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് 1,72,00,000 1,72,00,000 മാസം 5 ലക്ഷം റുപ്യ. ഞാൻ സഹകരണ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. എനിക്ക് പെൻഷൻ കിട്ടുന്നത് 10,000 റുപ്യാണ്. എൻ്റെ ഭാര്യ ടീച്ചറാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് ജീവിച്ചു പോകണം. അവളും കൂടി പെൻഷനായാൽ ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. പക്ഷെ ഞങ്ങൾ ഇത്ര സന്തോഷത്തോടു കൂടി വളരെ സമാധാനത്തോടു കൂടിയിട്ടാണ് ഈ 10,000 റുപ്യ ശമ്പളം, പിന്നെ പെൻഷൻ കിട്ടുമ്പോൾ ഭാര്യയുടെ ശമ്പളം കിട്ടുമ്പോൾ ഒരു 19,000 60,000 റുപ്യ കിട്ടും. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ പിണറായി വിജയന്റെ മോള് 5 ലക്ഷം ഉറുപ്പികയാണ് ഒരു മാസം മാസപ്പടി ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുന്നത്. നിരവധി സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ രേഖയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീണ വിജയനെതിരായിട്ടുള്ള കേസ് മുന്നോട്ട് വന്നാൽ അവര് അകത്ത് പോകും, ഒരു സംശയവുമില്ല. അകത്ത് പോകും, ഒരു സംശയവുമില്ല. അങ്ങനെ അകത്ത് പോയാൽ ഇപ്പോ അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കാണ്. ആ അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ മോൾക്ക് വരരുത്. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിനൊരു CPI-കാരൻ തോറ്റിട്ട് ഒരു BJP-കാരൻ ജയിച്ചാലും വിരോധമില്ല എന്ന രീതിയിലാണ് ഇപ്പൊ തൃശ്ശൂരിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കരുവന്നൂർ കേസ്, നമുക്ക് തൊട്ടടുത്താണല്ലോ കരുവന്നൂർ കേസിൽ 500 കോടി ഉറുപ്പികയാണ് ഇവർ കട്ടുകൊണ്ടുപോയത്. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, മുൻ മന്ത്രി AC മൊയ്തീൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, അതുപോലെ തന്നെ മറ്റുള്ള P ബിജു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവരെല്ലാവരും കൂടി കൊണ്ടുപോയത് 500 കോടി ഉറുപ്പിയാണ്. നമ്മൾ കോൺഗ്രസിന്റെ UDF-ന്റെ നേതൃത്വത്തിൽ നമ്മൾ സമരം നടത്തിയ എല്ലാ പഞ്ചായത്തുകളിലും, ഞാൻ പല പഞ്ചായത്തിലും പോയി. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ പോയപ്പോ അവിടുത്തെ നമ്മുടെ UDF-ന്റെ സഹപ്രവർത്തകന്മാർ പറഞ്ഞു, ഇവിടെയാണ് പണ്ട് പാടൂര് ബാങ്ക് കൊള്ള നടന്നത്. വെങ്കിടങ്ങ് ശാഖയുടെ പാടൂര് ശാഖയുടെ ബാങ്ക് കൊള്ള നടന്നു. 3 കോടി റുപ്യയുടെ സ്വർണവും സാധനമൊക്കെ കട്ടുകൊണ്ടുപോയി കള്ളന്മാർ. പോലീസ് അന്ന് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു. കള്ളന്മാരെ പിടിച്ചിട്ട് അവരോട് ചോദിച്ചു, തെളിവിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തത്? ഞങ്ങൾ ഗ്യാസ് കട്ടർ കൊണ്ടുവന്നു, ഞങ്ങൾ പല ആയുധങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങൾ നേരം വെളുക്കോളം ഇരുന്ന് വിഷമിച്ചിട്ടാണ് ഈ കളവ് നടത്താൻ ഞങ്ങൾക്ക് പറ്റിയത്. ഞങ്ങൾക്ക് 3 കോടി റുപ്യ കിട്ടി. കൊടുങ്ങല്ലൂർ അദ്ദേഹം എത്തി. അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുവരെ നമ്മൾ നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ തുടരുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതായാലും അദ്ദേഹത്തെ കാണാനും കേൾക്കാനും വന്ന ഒരാളും പോകരുത് എന്ന് കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ 3 കോടി ഉറുപ്പ്യ അവർ കട്ടത് നേരം വെളുക്കോളം പണിയെടുത്തിട്ടാണ്. ആ നേരം വെളുക്കോളം പണിയെടുത്തിട്ടാണ് 3 കോടി ഉറുപ്പ്യ കിട്ടിയതെങ്കിൽ 500 കോടി ഉറുപ്പിക ഒരു തുള്ളി വയർപ്പ് പൊട്ടാതെ കട്ടെടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPM എന്ന് പറയുന്നത്. CPM-ന്റെ നേതാക്കന്മാർ കട്ടെടുത്തത് 500 കോടിയാണ്. അതിന്റെ രേഖകളും അവരെ കയ്യിലുണ്ട്, ED-യുടെ കയ്യിലുണ്ട്. ഈ മൊയ്തീനും MM വർഗീസും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ജയിലിൽ പോയി കിടക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വല്ലാത്ത വിഷമാണ്. അതുകൊണ്ട് അവര് ഈ കാര്യത്തിൽ തൃശ്ശൂരുമായി ഒരു ധാരണയിൽ പോവുക. തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് പന്നിയൻ രവീന്ദ്രനാണ്. അയാൾക്ക് തന്നെ അറിയില്ല. അയാളിങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി ആകെ മുടിയൊക്കെ ഇങ്ങനെ ചടപടയാക്കിയിട്ട് നടക്കുകയാണ്. മൂപ്പര് പറഞ്ഞത്, അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജ്യത്ത് എന്നെ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട്, ഞാനതിൽ പ്രതിഷേധിച്ചിട്ടാണ് എൻ്റെ മുടി നീട്ടി വളർത്തുന്നത്. ആ മൂപ്പർ ഇപ്പോഴും ആ അടിയന്തരാവസ്ഥ പോയത് പറഞ്ഞിട്ടില്ല, ഇന്ദിരാഗാന്ധി മരിച്ചത് പറഞ്ഞിട്ടില്ല, രാജീവ് ഗാന്ധി മരിച്ചത് പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് അധികാരത്തിന് പോയ പൂരം മൂപ്പർ അറിഞ്ഞിട്ടില്ല. ആ മൂപ്പര് ഇങ്ങനെ ചേട്ടയും പടിയൊക്കെയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ മൂപ്പരും അവിടെ അദ്ദേഹത്തെ എതിരായിട്ട് മത്സരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥി ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖരാണ്. അയാളെയും ഒന്ന് സഹായിക്കാന്നുള്ളൊരു പരിപാടിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. പിന്നെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലാണ്. അവിടുത്തെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. അവിടെ ഉടുക്കാനും പുതക്കാനും ഇല്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അവിടെ ആനി രാജയുടെ സ്ഥിതി വരാൻ വേണ്ടി പോകുന്നത്. അവിടെയും ഏകദേശം ഒരു പരുവത്തിലാവാൻ വേണ്ടി പോവാണ്. അവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷത്തിൽ ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം ജയിക്കാൻ പോകുന്നത് 10,000-കണക്കിന് കിലോമീറ്റർ നടന്നു തീർത്ത രാഹുൽ ഗാന്ധി അവിടെ വന്ന് കാലുകുത്തിയപ്പോ, അവിടെ നോമിനേഷൻ കൊടുത്തപ്പോ വയനാട്ടിൽ നിന്ന് ജയിക്കാൻ വേണ്ടി പോകുന്നത് 5 ലക്ഷത്തിൽ ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. അവിടെ നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആനി രാജ എവിടേക്കാ പോവാന്ന് യാതൊരു പിടുത്തമുണ്ടാവില്ല. അപ്പോഴാണ് നമ്മുടെ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. അവിടെ സുരേന്ദ്രൻ പറയാണ്, ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടെന്നാക്കും, കുഴപ്പമില്ല.
ഇപ്പൊ വയനാട്ടുകാർ പറയണത് ഗണപതി വട്ടം എന്നല്ല ആക്കേണ്ടത്, മൂപ്പരെ കൊണ്ടുപോയിട്ട് കുതിരവട്ടത്താണ് ആക്കേണ്ടത് എന്നാണ് ഇപ്പോ വയനാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുതിരവട്ടത്തല്ലേ മൂപ്പരാക്കേണ്ടത്, അല്ലാതെ ഒരു മനുഷ്യൻ പറയുമോ മത്സരിക്കാൻ വന്നിട്ടുള്ളൂ ഞാനിവിടെ നിന്ന് ജയിച്ചാൽ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റിയിട്ട് അതിൻ്റെ പേര് ഞാൻ ഗണപതി വട്ടം എന്നാക്കും. എന്തൊരു വർത്താനം ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊരു വർത്താനം ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയാണ്. ആ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സുരേഷ് ഗോപി ആയാലും അല്ലെങ്കിൽ സുരേന്ദ്രനായാലും രാജീവ് ചന്ദ്രശേഖരായാലും പച്ച തൊട്ട് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പോകുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. തൃശ്ശൂരിൽ ബഹുമാന്യനായ ലീഡർ കെ മുരളീധരൻ തന്നെ ജയിക്കും, ആ കാര്യത്തിലും സംശയവും വേണ്ട. നമ്മുടെ സുരേഷ് ഗോപി വീട് വീടാന്തരം അങ്ങനെ 10 ആൾ കൂടുന്നോടത്തൊക്കെ ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കാണുമ്പോൾ മുമ്പർക്ക് വലിയ ഇഷ്ടമാണ്. ആണുങ്ങൾ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ചെന്നാൽ അപ്പം മൂപ്പര് ഒന്ന് കൊടഞ്ഞ് ഒന്ന് ആ ഒരു വിയർപ്പിൻ്റെ ആ ഒരു ഗന്ധമുണ്ട്, പറ്റണില്ല. പക്ഷെ ഏതെങ്കിലും പെൺകുട്ടികൾ കെട്ടിപ്പിടിക്കാൻ ചെന്നാൽ അല്ല കുഴപ്പമില്ല, മൂപ്പർക്ക് അതൊരു സന്തോഷമാണ്. അവ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് മൂപ്പര് ആളുകളോട് ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഒരു കുട്ടിയോട് ചോദിച്ചു, ഓർമ്മയുണ്ടോ ഈ മുഖം? അപ്പൊ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പ്രതാപേട്ടൻ തോൽപ്പിച്ച ആ ചേട്ടനല്ലേ ഈ ചേട്ടൻ? എനിക്ക് മനസ്സിലായി, എനിക്ക് ഓർമ്മയുണ്ട് ഈ മുഖം. പ്രതാപേട്ടൻ തോൽപ്പിച്ച ആ ചേട്ടൻ തന്നെയാണ്. ആ ചേട്ടന് ഈ തവണ മുരളീധരനും തോൽപ്പിക്കും, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. രാജ്യത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയാണ്. അതിന് നിങ്ങൾക്ക് പിണറായി വിജയൻ കൂട്ടു നിൽക്കുന്നുണ്ട്. അങ്ങ് കാസർഗോഡ് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ഉസ്താദിനെ BJP-ക്കാര് വധിക്കുകയുണ്ടായി. ആ റിയാസ് മൗലവിയെ വധിച്ചു. ആ റിയാസ് മൗലവിയെ വധിച്ചത് BJP-ക്കാരാണ്. ആ കേസിന്റെ വിധി വന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. എല്ലാ BJP-ക്കാരെയും കോടതി വെറുതെ വിട്ടു. കോടതി അതിൽ പറയാണ്, ഇതിനു വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പോലീസ് കുറ്റകരമായ അനാസ്ഥ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രോസിക്യൂട്ടർ വേണ്ട വിധം കേസ് വാദിച്ചില്ല. BJP-ക്കാരനെ വെറുതെ വിടാനുള്ള രീതിയിലുള്ള വാദമാണ് അവിടെ നടത്തിയത്. വെറുതെ വിടാനുള്ള വാദമാണ് അവിടെ നടത്തിയത്. അതുകൊണ്ടാണ് കേസ് വിട്ടുപോയത്. കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ, ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നു. ആ കേസിലെ പ്രതികളെയും വെറുതെ വിട്ടു. അതുപോലെ ഇപ്പോ നിങ്ങൾക്കറിയുമോ, SDPI-ക്കാർ ഞങ്ങൾക്ക് പിന്തുണ തരുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കൊരു വർഗീയ പാർട്ടികളുടെയും പിന്തുണ വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്ക് പിന്തുണ വേണ്ട. പക്ഷേ നമ്മുടെ നേതാക്കന്മാർ, ബഹുമാന്യനായ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, വോട്ടർ പട്ടികയിൽ ആരെ വോട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ചെയ്യുന്നതിൽ യാതൊരു വിരോധമില്ല, ഞങ്ങൾക്കൊരു പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ വേണ്ട. ആ SDP-ക്കാരൻ എന്താ അവർക്ക് പിന്തുണ, നമുക്ക് പിന്തുണ തരാനുള്ള കാരണം? എൻ്റെ ശബ്ദം കേൾക്കുന്ന SDP-ക്കാർ കേൾക്കണം ഞാൻ പറയുന്നത്. നിങ്ങളുടെ നേതാവ് ഷാൻ എന്ന് പറയുന്ന, അഡ്വക്കേറ്റ് ഷാൻ എന്ന് പറയുന്ന SDP-ക്കാരനെ BJP-ക്കാർ കൊന്നു ആലപ്പുഴയിൽ. നിങ്ങളതിൻ്റെ പ്രതികാരമായിട്ട് പാലക്കാട് പോയി ഒരു BJP-ക്കാരനെ നിങ്ങൾ കൊന്നു, ഒരു RSS-കാരനെ നിങ്ങളും കൊന്നു. ഇപ്പോ RSS-കാരനെ കൊന്ന കേസിലെ പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. 36 കൊല്ലത്തിനാ വിധി. അവരെ ശിക്ഷിച്ചു, അവർ ജയിലിൽ കിടക്കുക. അഡ്വക്കേറ്റ് ഷാനാണ് തലേ ദിവസം മരിച്ചത്. ആ ഷാന് ഇന്നേ വരെ പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചിട്ടില്ല. ആ കേസ് ഇപ്പോഴും കോടതിയിൽ എത്തിയിട്ട് പോലും ഇല്ല. അപ്പോൾ SDP-ക്കാർക്ക് വിഷമം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ബഹുമാന്യരായിട്ടുള്ള SDP-യുടെ പ്രവർത്തകന്മാർ പറയുന്നത്, ഞങ്ങൾ UDF-നെ സഹായിക്കും. നിങ്ങൾ വോട്ട് ചെയ്തോ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങൾ ബെന്നി ബെഹനാൻ വോട്ട് ചെയ്യണോ ചെയ്തോ, നിങ്ങൾക്ക് മുരളിക്ക് വോട്ട് ചെയ്യണോ ചെയ്തോ, ബഷീർക്കാക്ക് വോട്ട് ചെയ്യണോ ചെയ്തോ, സമദാനിക്ക് വോട്ട് ചെയ്യണോ ചെയ്തോ, ഹൈബിയുടെ വോട്ട് ചെയ്യണോ ചെയ്തോ. പക്ഷെ നിങ്ങളായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധത്തിനും ഞങ്ങളില്ല. മാർക്സിസ്റ്റ് ഞങ്ങൾക്ക് ചെയ്യില്ല ഇപ്രാവശ്യത്തെ വോട്ട്. CPI-ക്കാർ നമുക്ക് വോട്ട് ചെയ്യില്ലേ? ഈ രാജ്യത്തെ മനുഷ്യനെ സ്നേഹിക്കുന്നവർ, ഈ രാജ്യത്തെ ഇന്ത്യയെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ മതേതരത്തെ സ്നേഹിക്കുന്നവർ, അവരെല്ലാവരും ഈ രാജ്യത്ത് UDF-നെ സഹായിക്കും. അതുകൊണ്ട് അതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അബ്ദുൽ നാസർ മഅദനിയുടെ പാർട്ടി മാത്രം ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഈ രാജ്യത്ത് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനുഷ്യന് ഏറ്റവും കുറഞ്ഞതൊരു നന്ദി എന്ന് പറയുന്ന സാധനം വേണം. ആദ്യമായിട്ട് അബ്ദുൽ നാസർ മഅദനിയെ പിടിച്ചുകൊടുത്ത് തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്തതാരാ? അത് സഖാവ് നയനാറാണ്.
സഖാവ് നായനാര് പറഞ്ഞു, ഓനെ പിടിച്ചു കൊടുത്തത് ഞമ്മളാണ്. 9 കൊല്ലമാണ് അയാള് കർണാടകത്തിൽ സേലം സെൻട്രൽ ജയിലിൽ കിടന്നത്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തതും മാർക്സിസ്റ്റുകാരാണ്. തിരിച്ചു വന്നപ്പോൾ സ്വീകരണം കൊടുത്തതും മാർക്സിസ്റ്റുകാരാണ്. ആ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ നേതാവ് ടി മുഹമ്മദ് ബഷീറിനെതിരെ പൊന്നാനിയിൽ കുറ്റിപ്പുറത്ത് നിങ്ങൾ വലിയ സമ്മേളനം നടത്തി. പിണറായി വിജയൻ വരുന്നത് കണ്ടപ്പോ ആ ബഹുമാനായിട്ടുള്ള അബ്ദുൽ നാസർ മഅ്ദനി, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചിട്ടാണ് പിണറായി വിജയനെ സ്വീകരിച്ചത്. അവർ വേദി പങ്കിട്ടു. പക്ഷേ ബഷീർക്ക ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. വീണ്ടും അധികാരത്തിൽ വന്നു ആര്? അച്യുതാനന്ദൻ. കർണാടകത്തിൽ കേസുണ്ടായി. ആ കർണാടകത്തിൽ കേസുണ്ടായപ്പോ അദ്ദേഹത്തിന് എതിരായി, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി സുപ്രീം കോടതിയിൽ മുൻകൂർ ഹർജി കൊടുത്തു. പന്തളം പൂന്തുറ സിറാജ് എന്ന് പറയുന്ന PDPയുടെ നേതാവ് അച്യുതാനന്ദനെ പോയി കണ്ടിട്ട് പറഞ്ഞു, അവിടെ ഞങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരല്പസമയം ഞങ്ങൾക്ക് നീട്ടിത്തരണം. കർണാടകത്തിൽ നിന്ന് പോലീസ് വന്നാൽ പിന്നെ നീട്ടാൻ പറ്റില്ല. കർണാടകത്തിലെ പോലീസ് വന്നപ്പോ അബ്ദുൽ നാസർ മഅ്ദനിയെ പിടിച്ചു കൊടുത്തത് അച്യുതാനന്ദന്റെ പോലീസാണ്, അച്യുതാനന്ദനാണ്. അവരാണിപ്പോ LDFന് പിന്തുണ കൊടുക്കുന്നത്. ഇപ്പൊ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാ വന്നത്? കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ സിദ്ധാരാമയ്യയും DK ശിവകുമാറും അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്ന് ബഹുമാന്യനായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ, ബഹുമാന്യനായ കോൺഗ്രസിന്റെ നേതാവ്, ഇടപെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ശുദ്ധമായി ശ്വസിക്കാനുള്ള അവസരമുണ്ടായത്. നന്ദി വേണം. ഞങ്ങൾ ഈ രാജ്യത്ത് ആർക്കും എതിരായി പ്രവർത്തിക്കുന്നവരല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാവർക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരാൾക്കും അനീതി ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് ഇനി ഈ രാജ്യത്ത് UDF എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ UDFനെ സഹായിക്കാൻ ആരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ബന്നി ബഹനാൻ, ജയ് UDF, ജയ് കൈപ്പത്തി, ജയ് ഹിന്ദ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട്, നാളത്തെ വിഷുവിന്റെ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.